നമുക്ക് പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് എന്തോരം സ്മൈലി ആവശ്യമുണ്ട് അതിനനുസരിച്ച് പൊട്ടറ്റോ എടുക്കാം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊരു 4 പീസ് ബ്രെഡ്, ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. 4 പീസ് ബ്രെഡ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ഫ്രൈ പാനിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. നമുക്കിത് റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാനും കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് മതി. ഓൾറെഡി സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയാണ്, എന്നാലും നമ്മളിത് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കാരണം ഇതിനകത്ത് ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്മൈലിക്ക് വേണ്ടി പരത്തുമ്പോൾ അത് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ഇത് നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് പൊട്ടറ്റോ സ്മൈലി. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഷോപ്പുകളിലാണെങ്കിൽ നമുക്ക് ഫ്രോസൺ പൊട്ടറ്റോ സ്മൈലീസ് കിട്ടും. ഏകദേശം അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് വീട്ടിൽ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള ഒരു നോർമൽ ഫ്ലേവറിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇറ്റാലിയൻ സീസണിങ്സ്, ഒറിഗാനോ അല്ലെങ്കിൽ പെപ്പർ പൗഡർ, പാപ്രിക്ക പൗഡർ, ചില്ലി ഫ്ലേക്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിതിനകത്ത് ജസ്റ്റ് സോൾട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിനി ഇതിനകത്തോട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് നോക്കാം. നമുക്കിതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഴച്ചെടുക്കണം, അപ്പോൾ ഒട്ടും സ്റ്റിക്കി ആവാതെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ഞാനിത് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ച് നോക്കിയപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണ്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്ത് ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കുഴച്ച് നോക്കിയപ്പോൾ എനിക്ക് 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിനകത്തോട്ട് ചേർക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണ്, 1 സ്പൂണും കൂടെ ചേർക്കുന്നു. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന കോൺഫ്ലോറിൻ്റെ അതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ അളവ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈപ്പിലുള്ള പൊട്ടറ്റോ ആണ്. ചില പൊട്ടറ്റോസ് നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ, ചിലത് നല്ല കറക്റ്റ് പൊടിയായിട്ട് നല്ല ടൈപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്ന പൊട്ടറ്റോ പോലെ ഇരിക്കും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ്. നമ്മൾ ഇതുവരെ ഇതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ച് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടത് സ്റ്റിക്കി ആവാതെ കിട്ടണം. നമുക്കിതിൻ്റെ സ്റ്റിക്കിനെസ് കൺസിസ്റ്റൻസി എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിതിലേക്ക് മൈദയോ കോൺഫ്ലോറോ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ മാവ് ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കണം. ഞാനിവിടെ ചെറിയ ഒരു 3-4 ഉരുളകളായിട്ട് ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും ഒരല്പം പൊടി തൂവിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം. നമ്മുടെ ഈ ബോർഡിലേക്ക് നിങ്ങൾക്ക് കോൺഫ്ലോറോ മൈദയോ വേണമെങ്കിൽ തൂക്കാം. കോൺഫ്ലോർ ആയിരിക്കും എപ്പോഴും കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരല്പം മതി പൊടി പൊട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഓരോ ഉരുളയും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്. നമുക്ക് ഒരല്പം തിക്നെസ് വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ സ്മൈലി വറുത്ത് കഴിയുമ്പോൾ ഒരു ഷേപ്പും നല്ല ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഞാനിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കുറച്ചിട്ടില്ല. ഇനി ഇതുപോലൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ബൗളൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള വലിപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കുക്കി കട്ടറാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളെല്ലാം ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ബോളെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കുകളെടുത്ത് ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് സ്മൈലി കുട്ടന്മാർക്ക് കണ്ണും ചിരിയും ഒക്കെ കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ട്രോയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. നമുക്ക് ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വട്ടത്തിലുള്ള അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും ഇത് കണ്ണ് കൊടുക്കാം. ജസ്റ്റ് ഒരു ഹോള് പോലെ പ്രസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഒരു ചെയ്ത് കൊടുക്കാം. കണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരി കൊടുക്കണ്ടേ. എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലി കുട്ടന്മാരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഈ പൊട്ടറ്റോ സ്മൈലി. ചിരി കൊടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് തല തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. വലിയ സ്പൂണാണ് എപ്പോഴും നല്ലത്. ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കർവ് ഉണ്ടാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ശരിക്കും ഒരു ഗ്യാപ്പ് കിട്ടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ചിരി ശരിക്കും കിട്ടുകയുള്ളൂ. പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി നോക്കട്ടെ. നമ്മുടെ സ്മൈലി കുട്ടന്മാർ മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടായ എണ്ണയിലിട്ടത് വറുത്ത് പോരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ വെക്കുക. അതിന് മുകളിൽ ഓരോ സ്മൈലിയും ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടി പിടിക്കാതെ നിരത്തി വെക്കുക. അതിന് മുകളിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ ഇടുക. അങ്ങനെ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് ആ കണ്ടെയ്നർ അടയുന്നത് വരെ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 15 മുതൽ ഒരു മാസം വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് പുറത്തെടുത്ത് അപ്പം തന്നെ നമുക്കത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് പോരാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് ഈ സ്മൈലി കുട്ടന്മാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കിനി ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് പോരാം. നമ്മുടെ സ്മൈലിയൊക്കെ ഏകദേശം നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി പതിയെ എടുത്ത് മാറ്റാം. നമ്മളെപ്പോഴും എണ്ണയിൽ വറുക്കുന്ന പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ വറുത്ത് കോരുന്നതിന് തൊട്ട് മുന്നേ തീ എപ്പോഴും ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എടുത്ത് മാറ്റണം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കിനി ഓരോന്നായിട്ടത് എടുത്ത് മാറ്റാം. ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. ഫ്ലെയിം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ സ്മൈലി കുട്ടന്മാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും നിർബന്ധമായും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റുകൾ ഇടാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Hello friends, welcome back to my channel.